ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കണ്ടിട്ട് വന്നു. നമുക്ക് ഒട്ടും സമയം കളയാതെ ചിത്രത്തിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. നമ്മുടെ വീഡിയോസ് എന്തായാലും അധികം ആളുകളൊന്നും കാണുന്ന സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് കാണുന്ന കുറച്ച് ആളുകളുടെ സമയത്തിന് വില തരാനായിട്ട് ആദ്യമേ പറയാം, ഈ സിനിമ പ്യുവർ ഫാൻ സർവീസ് ആണെന്ന് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതൊരു യൂണിവേഴ്സൽ അഭിപ്രായമായിട്ട് എടുക്കണ്ട. ഞങ്ങൾ രണ്ടുപേരും നല്ല കട്ട വിജയ് ഫാൻസ് ആണ്. അത് ഈ തുപ്പാക്കിയൊക്കെ ഇറങ്ങിയത് തൊട്ടല്ല, പോക്കിരി മുതലല്ല, ഗില്ലി മുതലല്ല, അതിനുമൊക്കെ മുമ്പ് ഖുഷി, ബദ്രി, ഷാജഹാൻ, യൂത്ത് ഒക്കെ തൊട്ട് തന്നെ വിജയ് ആരാധകരാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ വലിയ ഫാൻ സർവീസ് ഒന്നും കിട്ടിയില്ല. ആസ് യൂഷ്വൽ പുള്ളിയെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതിന് പുറത്തേക്ക് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊക്കെ പേരിട്ട് വന്ന് അദ്ദേഹത്തിന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഒരു മേജർ പൊളിറ്റിക്കൽ ഡിസിഷന് മുന്നോടിയായിട്ട് വരുന്ന പടത്തിൽ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലുമൊക്കെ വലിയ സംഭവം ഉണ്ടെങ്കിൽ ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് സിനിപോലിസ് ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ മോൾ ഓഫ് ട്രാവൻകോറിൽ സിനിപോലിസ് നടത്തുന്നവർക്കെതിരെയോ കേസ് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ബിക്കോസ് അങ്ങനെ എന്തോ ഒരു വലിയ സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കണ്ട ഷോയിൽ എന്തായാലും അത് കാണിച്ചിട്ടില്ലായിരുന്നു. ഒരു ആശ്വാസമുള്ളത്, ക്രിഞ്ചും പക്ക ട്രോൾ മെറ്റീരിയൽ ആയേക്കും എന്ന് പലരും പടത്തിന് മുന്നേ തീരുമാനിച്ച ക്യാരക്ടർ, ആ ഡി-ഏജിങ് ഒക്കെ ചെയ്തു വന്ന റോൾ, അത് വിചാരിച്ചതിന് നല്ലതായിരുന്നു. വിയേർഡ് ഗെറ്റപ്പ് മാറ്റി നിർത്തിയ ആ റോള് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയ് എന്ന പെർഫോമറിന് ഇന്നും ഒരു 21-കാരന്റെ എനർജിയിൽ സ്ക്രീനിൽ അഴിഞ്ഞാടാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് കാണിക്കുന്ന റോള് തന്നെയാണത്. ബട്ട് VFX മൊത്തത്തിൽ നല്ലതാണെന്നും പറയാൻ പറ്റില്ല. ചിത്രത്തിനുണ്ടായിരുന്ന ബഡ്ജറ്റ്, ആന്റിസിപ്പേഷൻ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് പോലും പറയാവുന്ന ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഇത്രയും നല്ല ഡി-ഏജിങ് വർക്ക്സ് വന്നിട്ടില്ല എന്ന് പറയുന്നവരോട് SRKയുടെ ഫാൻ എന്ന സിനിമ കാണണം എന്ന് പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. വെങ്കട് പ്രഭുവിനെ പോലെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിന് ഈ പടത്തിലെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ റെഫറൻസസും ക്യാമിയോസും അത് വെച്ചുള്ള ഗൂസ് ബംസും തരാൻ അദ്ദേഹവും ഈ സിനിമയ്ക്ക് അലോക്കേറ്റ് ചെയ്ത് 400 കോടി എന്ന ഹ്യൂജ് ബഡ്ജറ്റും വേണം എന്നില്ല. ഇതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ചെലവും ഇല്ലാതെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന RCM പ്രൊമോ പോലുള്ള യൂട്യൂബേഴ്സ് മാഷപ്പ് എന്നറിയപ്പെടുന്ന ആ പണി നല്ല വെടിപ്പായിട്ട് ചെയ്യും. സിനിമ കാണുന്ന ആ ഒരു ചിലവും ഇല്ലാതെ യൂട്യൂബിൽ തന്നെ അത് കണ്ട് കോരിത്തരിക്കാവുന്നതേ ഉള്ളൂ. കാരണം മുമ്പത്തെ സിനിമകളിൽ കണ്ടിട്ടുള്ള നമുക്ക് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട മാനറിസംസ് അല്ലെങ്കിൽ സീൻസ്, അതിൽ ചിലത് കണ്ട് വെറുപ്പീരായെങ്കിലും ഇപ്പോഴും ആദ്യമായിട്ട് അത് ചെയ്തു വെച്ച സിനിമകൾ റീവാച്ച് ചെയ്യുമ്പോൾ സന്തോഷമേ തോന്നാറുള്ളൂ. അപ്പൊ ഈ വീണ്ടും ചെയ്ത് വെറുപ്പിക്കുന്നത് കാണുന്നതിൽ നല്ലതല്ലേ ആ ഒറിജിനൽ സീൻസ് തന്നെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള മാഷപ്സ് കാണുന്നത്. ആൻഡ് മാനാട് കഴിഞ്ഞു വരുന്ന വെങ്കട് പ്രഭു സിനിമ എന്ന പ്രതീക്ഷ വെച്ച് പടം കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന പലരും അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്, മാനാടിന് ശേഷം ഗോട്ടിന് മുമ്പ് നാഗചൈതന്യയെ വെച്ച് കസ്റ്റഡി എന്നൊരു വധം സിനിമ അദ്ദേഹം ഒരുക്കിയിരുന്നു എന്നത്. മങ്കാത്തയും സരോജയും ഗോവയും ഒക്കെ ക്രെഡിറ്റിലുള്ളപ്പോഴും ബിരിയാണി പോലെ ആവറേജും മാസ് പോലുള്ള ദുരന്തവുമായ സിനിമകളും ചെയ്തിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ അതറിയാവുന്ന ചിലർക്കെങ്കിലും എക്സ്പെക്ടേഷൻസ് എവിടെ നിർത്തണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. യുവൻ ശങ്കർ രാജ എന്താണ് ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കരുത്, എന്ത് ചെയ്തിട്ടില്ല എന്ന് വേണേ ചോദിക്കാം. അതിനുള്ള ഉത്തരം ജയിലർ, ലിയോ എന്നിങ്ങനെ ഈ അടുത്തായിട്ട് വന്നിട്ടുള്ള ഹിറ്റ് സിനിമകളിൽ ചില മൊമെന്റ്സിൽ ഡയറക്ടേഴ്സിന് പോലും കൈ നിൽക്കാതെ വരുന്ന സീൻസ് സത്യത്തിൽ എലിവേറ്റ് ആയതിനു പിന്നിൽ അനിരുദ്ധ് ചെയ്തു വെച്ച മാജിക് എന്താണോ അതാണ് ഇവിടെ ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. മ്യൂസിക് ചെയ്ത് അറിയാത്തോണ്ടൊന്നും അല്ലല്ലോ. 7G റെയിൻബോ കോളനിയും മന്മഥനും സണ്ടക്കോഴിയും ബില്ലയും മങ്കാത്തയും ഒക്കെ ചെയ്ത ആള് തന്നെയല്ലേ. അങ്ങനെയുള്ള യുവൻ വർക്ക് ചെയ്ത ഒരു ആൽബത്തിൽ കൊള്ളാവുന്ന ഒരു പാട്ട് പോലും ഇല്ലാത്തത് അദ്ദേഹത്തിന് അനിരുദ്ധ് ഈ അടുത്ത് മേടിക്കുന്ന റെമ്യൂണറേഷൻ കൊടുക്കാത്തതുകൊണ്ടാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഹാർഡ് കോർ വിജയ് ഫാൻസ് ആണെങ്കിലും അതല്ലാത്തവർക്ക് സ്ഥിരമുള്ള പരാതിയാണ് അടുത്തടുത്തിറങ്ങുന്ന ഒരു വിജയ് ചിത്രങ്ങളിലും ഒരു പുതുമയില്ല, ഒരു വ്യത്യാസവും ഇല്ല എന്നൊക്കെ. ആ പരാതി ഒരു പരിധി വരെ മാറ്റിക്കൊടുക്കാൻ യുവന് പറ്റിയിട്ടുണ്ട് എന്നെടുത്ത് തന്നെ പറയണം. വിജയ് സിനിമകളിൽ കാണാത്ത ഒരു സംഭവമാണ് BGM അല്ലെങ്കിൽ സോങ്സ് ഉൾപ്പെടെയുള്ളവയിൽ ഒരെണ്ണം പോലും നല്ലതില്ല, എല്ലാം ഒരേപോലെ മോശം എന്നുള്ളത്. ഗോട്ടിൽ അങ്ങനെ ആക്കിയത് വഴി ന്യൂട്രൽസിന്റെയും ഹേറ്റേഴ്സിന്റെയും പരാതി മാറ്റിയ യുവനാണ് ഇന്നത്തെ ഹീറോ, അല്ലെങ്കിൽ ഗോട്ടിലെ യഥാർത്ഥ വില്ലൻ. വെങ്കട് പ്രഭു, യുവൻ എന്നിവരെല്ലാവരും അജിത് ഫാൻസ് ആണെന്നും അവർ ചേർന്ന് വിജയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി എടുത്ത സിനിമയാണെന്ന് തമിഴ്നാട്ടിൽ നിന്നൊരു കോൺസ്പിറസി തിയറി വരുന്നുണ്ട്. സംശയിക്കേണ്ടിയിരിക്കുന്നു. പടം മൊത്തത്തിൽ ഒരു ദുരന്തമാണെന്ന് പോലും അല്ല പറഞ്ഞു വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരം പ്രതീക്ഷകൾ ഉള്ളവരെയും ഒരേപോലെ നിരാശരാക്കാൻ മേക്കേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ കണ്ട് സിനിമയെ പൊക്കിയടിക്കാം എന്ന് വിചാരിച്ചവർക്കും ട്രെയിലർ കണ്ടിട്ട് ബീസ്റ്റ് പോലെ ഒരു വധം എൻജോയ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യാം എന്ന് വിചാരിച്ചവർക്കും ഒരേപോലെ പണി കൊടുത്തുകൊണ്ട് വിജയ് ഫിൽമോഗ്രഫിയിൽ പ്രത്യേകിച്ച് പരാമർശം ഒന്നും അർഹിക്കുക പോലും ചെയ്യാതെ പാസ് ചെയ്യാവുന്ന ഒരു വെറും ആവറേജ് സിനിമയായിട്ടാണ് ഗോട്ട് ഒരുക്കിയിട്ടുള്ളത്. പൊക്കി അടിക്കാനൊന്നുമില്ല, ഡീഗ്രേഡിങ് ചെയ്യാനും ഒന്നുമില്ല.
ഈ അടുത്തായിട്ട് എപ്പോഴും പറയാറുണ്ടല്ലോ, ബിഗ് സ്ക്രീൻ വാച്ച് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആക്കുന്ന സിനിമകൾക്ക് തിയേറ്ററിൽ സ്ഥാനമുള്ളൂ. ബാക്കി ഒരു ചിത്രവും തിയേറ്റർ കാശ് മുടക്കി കണ്ട് ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത ഒരു പ്രേക്ഷകനും ഇല്ല. മറിച്ചൊരു എക്സെപ്ഷൻ മറ്റ് ഏതൊരു ആളുടെയും പോലെ വിജയ് സിനിമകൾക്ക് കിട്ടേണ്ട കാര്യമില്ല. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്നും കിട്ടിയില്ല. ആൻഡ് ഒരു വിജയ് ചിത്രത്തിൽ നിന്ന് ഇതൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് യൂഷ്വൽ ലേബൽ കൊടുക്കാനും പറ്റില്ല. ആ ഒരു ജാമ്യത്തിൽ ആവശ്യത്തിന് സിനിമകൾ ഓടിക്കഴിഞ്ഞു. അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ ഇങ്ങനൊരു അഭിപ്രായം പറയുന്നതിൽ ഒട്ടും സന്തോഷം ഇല്ലെങ്കിലും പറയാം, നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലാതെ കുറച്ച് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കോ കൂട്ടുകാരോ ആയിട്ടോ ഫാമിലിയോ ആയിട്ടോ ഒരു ചിത്രം കാണാൻ അതിന് കണക്കിനുള്ള ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ ആ ക്യാഷ് കൊണ്ട് വേറെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലെങ്കിൽ മാത്രം ടിക്കറ്റ് എടുക്കാവുന്ന, പേര് കൊണ്ട് മാത്രം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയൊരു സിനിമയാണിത്. കൈയടിക്കാൻ പറ്റിയാൽ നല്ല കാര്യം. അല്ലെങ്കിൽ എച്ച് വിനോദുമായുള്ള അടുത്തതും നിലവിൽ അവസാനത്തേതും ആയേക്കും എന്ന് പറയപ്പെടുന്ന വിജയ് ചിത്രം നല്ലതായിരിക്കട്ടെ എന്ന് ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കാം. ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള അഭിപ്രായവും, കാണാൻ പോകുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും തുടർന്നുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുമല്ലോ അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.